ഇതാണ് നിങ്ങളെ കാണിച്ചു തരണം എന്ന് ഞാൻ ഇത്രയും നേരം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ വിസ്കോൺസിൻ്റെ ഒക്കെ മിനിസോട്ടയുടെ വേറൊരു ഏരിയ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം നമുക്ക് മുന്നോട്ട് കാണാം, പറയാം, അങ്ങനെ നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞങ്ങ് പോവാം. അടുത്ത ദിവസം രാവിലെ തന്നെ വാഷിങ്ടണിലെ വാൻകൂവറിൽ വന്നിട്ട് നമ്മൾ പിക്കപ്പ് എടുക്കേണ്ടോടത്ത് വന്ന് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിക്കപ്പ് എടുത്തില്ല, അതായത് ഇന്ന് 2 മണിക്കായിരുന്നല്ലോ ശരിക്കും അപ്പോയിൻമെൻ്റ് ആണെന്ന് പറഞ്ഞത്. അതും അവർ നമ്മളെ പറ്റിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയാം 4 മണിക്കാണ് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ്, പോയിട്ട് 3:45 വരാൻ. രാവിലത്തെ ഡ്രൈവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡ്രൈവൊന്നും കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും. നമ്മൾ പോർട്ട്ലാൻഡിലോട്ട് കയറുന്നില്ല, അതിൻ്റെ ഇപ്പുറത്തുനിന്ന് നിങ്ങൾ കയറുക. നമ്മൾ രാവിലെ മറ്റേ ഒറിഗോണിൽ ചാടി. അല്ല, ഇപ്പം നമ്മൾ ഈ ലൗസ് എന്ന് പറയുന്നത് ഒറിഗോണില്ല. ആണോ? ശരിക്കും പറഞ്ഞാൽ ഈ വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലം ഇതിന് രണ്ടിനും, അതായത് നമ്മൾ മറ്റേ ആ ഒരു പണ്ട് നിങ്ങൾ വന്നിട്ട് മറ്റേ 84 എന്ന് പറയുന്ന ഒരു നദിയുടെ സൈഡിൽ കൂടെയാണല്ലോ വരുന്നത്. അപ്പുറത്തെ ഭാഗം വാഷിങ്ടണും ഇപ്പുറത്തെ ഭാഗം ഒറിഗോണും. അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി. നല്ല അടിപൊളി ഡ്രൈവ് ആയിരുന്നു അല്ലേ? നല്ല കാഴ്ചകളൊക്കെ ആയിട്ട്. അപ്പൊ നേരം എടുത്തു വന്നു, പകുതിയായപ്പോഴാണ് കണ്ടത്. രാവിലെ ലോഡ് കിട്ടിയാൽ നല്ല കുറെ കാഴ്ചകളൊക്കെ കിട്ടിയാണ്. വൈകുന്നേരം ഇവിടുത്തെ ആയതുകൊണ്ട് അവിടെ തന്നെ 4 മണിയാകുമ്പോൾ തന്നെ കിട്ടിയ. പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് ഏതാ, അതിൽ തന്നെയാണോ തിരിച്ചെന്നുള്ളത് അറിയില്ലല്ലോ. ശരിയാ. ഇവരെ ഇനി ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പം അല്ല, എന്നാലും ആ വഴി തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. കാരണം അങ്ങനെയാ. ഇനിയിപ്പോൾ നമ്മൾ ഫ്യൂൽ അടിക്കുന്ന കേസായിട്ട് വരുമ്പോഴേ ഉള്ളൂ, എന്നിട്ട് നമ്മൾ മാറിപ്പോവുക. ജസ്റ്റ് കയറുന്നുള്ളൂ, ഈ എക്സിറ്റ് തന്നെ എടുക്കണം. 14 ഈസ്റ്റ്. Take exit 1A on the right to Washington 14 East. Step out of the shadows into the fire. Don't be afraid to get out on the wire. ഒരു സ്ഥലപ്പേര് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ സേലം. അത് ശരി, ഇവിടുന്നാണോ നമ്മുടെ നാട്ടിലെ പേര് വന്നത്? പറഞ്ഞ പോലെ തമിഴരവിടെ വന്ന് സേലം തൊട്ടാണോ? സേലം തൊട്ട് അല്ല. ബ്രിട്ടീഷുകാരുടെ എന്തായാലും പിന്നെ ലണ്ടനും ഒക്കെ ആയിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണല്ലോ എല്ലാവരും. രാവിലെ തന്നെ നമ്മുടെ ഒരു ചങ്ക് മന്നു ബ്രോ ഫോൺ വിളിക്കണതാണ്. പുള്ളിനെ വിളിച്ച് ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കുക. നമ്മൾ ലൗസിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാർക്കിംഗ് പകലായതും കൊണ്ട് എവിടെയെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? കാണുമായിരിക്കും. ഇവിടെ ജോമറ്റോ ആയിട്ട് ഇവിടെ വന്ന് കിടന്ന് ഇവിടെ ബിയറൊക്കെ അടിച്ചാ. മറ്റുള്ള കമ്പനിക്കാർക്കൊന്നും ഇതിനുള്ളൊരു ഭാഗ്യമില്ല. എന്നുവെച്ചാൽ അവർക്ക് ഈ വഴി കൂടെ ഒക്കെ പോയി കാണാനുള്ള, യാത്ര ചെയ്യുമ്പോൾ കാണാനുള്ള സൗകര്യമുള്ളൂ. നമ്മളെ കിടത്തി കാണിക്കും. നമുക്ക് അവിടെ ഒന്ന് ഒരു രാത്രി താമസിച്ച് ഒരു ബിയറൊക്കെ കുടിച്ച് ആവശ്യത്തിന് എൻജോയ് ചെയ്യാനുള്ളൊരു
സൈഡിൽ ഇങ്ങനെ കുഴപ്പമില്ലല്ലോ, വേറെ ഒരുത്തം വന്ന് കയറിയാലും. ഓ സുഖമായിട്ട് ആവശ്യത്തിന് നമ്മൾ മര്യാദ കേട്ടോ. പറയാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. സാറ് വിളിക്കുന്നുണ്ടോ? ഞാനൊന്ന് വിളിക്കാം. നിങ്ങൾ വിളിച്ചിട്ട് വാ, സമയമുണ്ടല്ലോ. അതെ, നമുക്കെന്തായാലും രാവിലെ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഇപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി ഒരു അടിപൊളി കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 2:45 കഴിഞ്ഞു. നമുക്ക് വയ്യ പിക്കപ്പ് എടുക്കാൻ പോയി നോക്കാം. അതിനുമ്പ് ഒരു കാപ്പി എടുത്തേക്കാം. താങ്ക് യു. വണ്ടി ചുറ്റുമുറൊന്നും നോക്കുമായിരുന്നു വണ്ടി എടുക്കുന്നതിന് മുമ്പ് കേട്ടോ. എല്ലാം ഓക്കെയാണ്, ചുമ്മാ തുറന്നും കൂടെ നോക്കിയേക്കാം. സെറ്റ്. നമ്മളിന്നലെ ക്ലീൻ ആക്കിയിട്ടത് അതുപോലെ കിടപ്പുണ്ട്. നമ്മുടെ ദേവസ്യാച്ചൻ നല്ല ഉറക്കത്തിലാണ്, ഞാൻ വിളിച്ചില്ല. കർട്ടൻ ഇട്ടു. നമുക്ക് എന്തായാലും പോയി നോക്കാം. Turn left at the traffic light. കാലിഫോർണിയയുടെ അതേ ടൈം സോണിൽ പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ വാഷിങ്ടണും നമ്മുടെ ഇപ്പോൾ ഒറിഗണിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ കേട്ടോ. അപ്പം 3 മണിക്കൂർ പുറകിലേക്കാണ് നമ്മുടെ ടൊറൻറ്റോ സമയമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം 3 മണി ആയതേ ഉള്ളൂ. നമ്മുടെ അപ്പോയിൻമെൻറ്റ് 4 മണിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ, ഇവിടുന്ന് അരമണിക്കൂറാണുള്ളത്. രാവിലെ ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും 3:45 കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ടൈറ്റ് സ്പോട്ടായിരുന്നു, നമുക്ക് അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു 3-3:30 കണ്ട് അങ്ങെത്താന്നുള്ള രീതിയിൽ പയ്യെ അങ്ങ് പോവാം. കണ്ടാ നമ്മുടെ ബോർഡിൻ്റെ അകത്ത് അങ്ങേയറ്റത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ടോ? സേലം ആൻഡ് സിയാറ്റിൽ. ആ റൂട്ടിലേക്ക് പോകാൻ. നേരത്തെ നമ്മുടെ ദേവസ്യാച്ചൻ്റെ തിയറി അനുസരിച്ച് നമ്മുടെ നാട്ടിലെ സേലം ഒക്കെ അതിൻ്റെയൊക്കെ പേര് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഉത്ഭവത്തിൽ നിന്നാണല്ലോ ഒരുമാതിരിപ്പെട്ട പല സ്ഥലങ്ങളിലെയും പേരുകൾ വന്നത്. അപ്പം അതുപോലെ സേലം ഒരു ബ്രിട്ടീഷ് പേരാണ് എന്നാണ് നമ്മുടെ ദേവസ്യാച്ചൻ്റെ അനുമാനം. എനിക്കതിനെക്കുറിച്ച് അറിവില്ല കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റുള്ള പ്രേക്ഷകരോടും ഇതിനെക്കുറിച്ച് അറിയാത്തവരോടും നമുക്ക് പറയാമല്ലോ. In 7.5 kilometers, take exit 27 on the right to Washington 14 West. ഒടുക്കത്തെ ഈവനിങ് ട്രാഫിക് ആട്ടോ. നമുക്കങ്ങോട്ട് മെർജ് ചെയ്യണമല്ലോ. താങ്ക് യു. ആരേലും ഒക്കെ നിർത്തി തരും കേട്ടോ. കാരണം ട്രക്ക് ഓടിക്കുന്നവരുടെ ആരേലും ട്രക്ക് ഓടിക്കുന്നയാളോ അല്ല അവരുടെ ഏതെങ്കിലും റിലേറ്റീവ്സ് ട്രക്ക് ഓടിക്കുന്നവരോ ആയിട്ടുള്ളവർ നമ്മളോടൊരു കമ്പാഷൻ കാണിച്ചു. കാരണം ഇത്രയും വലിയ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇത്രയും വലിയ 53 ഫീറ്റിൻ്റെ ട്രെയിലറും വെച്ച് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ചിലർക്കങ്ങ് കുത്തിക്കയറ്റി വെക്കും, നമ്മളെ സ്ഥലം തരികയില്ല. ചിലർ ഒരു മര്യാദ ഉള്ളവർ അവരെ നിർത്തി നമ്മളെ കയറാനൊക്കെ സമ്മതിക്കും. അപ്പം നിങ്ങളാരേലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവർ ഇത്രയും വലിയ ട്രക്കും കൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ കാറും കൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ എത്രയോ പേര് കാണും. അപ്പോൾ പിന്നെ ഊഹിച്ചോണം നമ്മൾ ഇത്രയും വലിയ ട്രക്കും കൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒരു ഒന്ന് ഇൻഡിക്കേറ്റർ ഇടുക. എന്നാൽ അതേസമയം മര്യാദയില്ലാത്ത ട്രക്കേഴ്സും ഉണ്ട്. എന്നാൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം നല്ല മനുഷ്യരാട്ടോ, ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവരല്ലേ. അപ്പം ആരെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്റർ ഇടുവോ എന്തെങ്കിലും ഒരു ഇത് കാണിക്കുവാണെങ്കിൽ ട്രക്കേഴ്സിന് ഒരു പ്രയോറിറ്റി കൊടുത്താൽ അന്നത്തെ ഒരു ഗുഡ് എന്നാ പറയുന്നത്, ഈ പിള്ളേർക്കൊക്കെ മുട്ടായി കൊടുക്കുമല്ലോ ഒരു ദിവസം നന്മ പ്രവൃത്തി ചെയ്യുമ്പം, അതിൻ്റെതായ ഇതങ്ങ് കൂട്ടിവെച്ചാൽ മതി. അപ്പം നമ്മൾ ഇത്രയും നേരം വണ്ടി റെസ്റ്റ് ചെയ്ത് കിടന്നത് ഒറിഗണിലാണ് കേട്ടോ. അത് ഈ ഒരു പാലം കടക്കുന്നതിലൂടെ നമ്മൾ ഒറിഗൺ കടന്ന് വാഷിങ്ടൺ സ്റ്റേറ്റിലേക്ക് കയറുക. In 1.5 kilometers, take exit 27 on the right
to Washington 14 West. നമ്മളെ ഈ ബോർഡറിൻ്റെ അറ്റപ്പറ്റ തന്നെയാണ് നമുക്ക് പിക്കപ്പ് എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരു വലിയ പാലാണ്. കാര്യം കുറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തായിരുന്നു കിടിലം വിഷ്വൽസ് കിട്ടിയാണ്. പക്ഷേ ഇതൊക്കെ നോ ഡ്രോൺ സോണാണ്. ഈ എയർപോർട്ടും എയറോഡ്രോമും ഹെലികോപ്റ്ററിൻ്റെ സെറ്റപ്പൊക്കെ ചുറ്റും പുറമുണ്ട്. വലിയ സിറ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഉള്ള സ്ഥലങ്ങളിലും പിന്നെ നാഷണൽ പാർക്കുകളിലും ഒന്നും നമുക്ക് ഡ്രോൺ പറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് റോങ് ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷേ പറപ്പിക്കാൻ പറ്റുമായിരുന്നു എന്നുണ്ടെങ്കിൽ കിടിലം കുറച്ച് വിഷ്വൽസ് കിട്ടിയാണ്. In 700 meters, take exit 1C, 1D, on the right, to Washington 501 West, then keep right. നിങ്ങൾ ആ വളവിൽ രണ്ട് ചേട്ടന്മാരൊരു പതാക ഒരു ബാനറൊക്കെ കിട്ടി നിന്നുണ്ടോ? അത് രാഷ്ട്രീയ പ്രചാരണമാണ് ഇവിടുത്തെ കേട്ടോ. ഏത് പാർട്ടിക്കാരാണെന്നറിയത്തില്ല. പക്ഷേ രാഷ്ട്രീയ ഒരു രണ്ടുപേര് തൊപ്പിയൊക്കെ വെച്ച് നിന്ന് ഞാൻ വേണം ഇപ്പോൾ അതൊന്ന് റിവൈൻഡ് ചെയ്യാം. നിങ്ങൾ കണ്ടോണം. ഇവിടുത്തെ രാഷ്ട്രീയ പ്രചാരണം അത് നമ്മൾ പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു കാണിക്കില്ലേ. നമ്മുടെ നാട്ടിലെ പോലെ വയലൻസോ അല്ലെങ്കിൽ ഒരു വലിയ ജനസാഗരമോ ഒന്നുമില്ല. ചെറിയ ചെറിയ സെറ്റപ്പുകളാണ്. നമ്മൾ ഇത്രയും വലിയ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കണ്ടിട്ട് വന്നിട്ട് നമ്മൾ വിചാരിക്കും ഇത്ര മാന്യന്മാരായിട്ട് പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ ആര് ശ്രദ്ധിക്കാനാണ്. എന്തെങ്കിലും ഒരു തെറിവിളിയും കല്ലേറും ജലപീരങ്കിയൊക്കെ ഉണ്ടെങ്കിലല്ലേ 4 പേര് ശ്രദ്ധിക്കുകയുള്ളൂ നമ്മളവിടെ നിൽക്കുന്നത്. Turn right on West 4th Plain Boulevard, then take the first left. പെട്ടെന്ന് തന്നെ ലോഡ് കയറ്റി കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നലെ രാവിലെ ലോഡ് ഇറക്കിയതാ. Turn right on West 34th Street, then take the second right. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്നാണ് നമുക്ക് പിക്കപ്പ് ചെയ്യേണ്ടത്. ഇതെന്നാ എങ്ങനെ? ഓക്കെ. Hi, I'm a truck driver picking up a load going to Quebec, Canada. I just need a pickup number. Yeah, pickup number is 01461282101. Okay, I'll have you pull in. I need you to slide your axles all the way to the rear position. Okay, yeah, sure. I need you to leave 2 straps in the back of the trailer. Okay. And then back into door 4, please. Okay, yeah, sure. Thank you. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ വേണ്ട ഇവിടെ ഒരു ഇൻ്റർകോം ഉണ്ടായിരുന്നു. അതുവഴിയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് ഡോഗ് നമ്പർ 4 കിട്ടിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇടാം. അപ്പം നമുക്ക് പോയി ടാൻഡോം നിങ്ങൾ കേട്ട പോലെ ടാൻഡോ സ്ലൈഡ് ചെയ്യണം. നമുക്ക് ഡോറും തുറക്കണം. നമുക്ക് തുറക്കാം. ഡോറും തുറന്നു, 2 സ്ട്രാപ്പും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ടാൻഡം സ്ലൈഡ് ചെയ്യാം. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല. കാരണം അതിന് ഒത്തിരി സമയം എടുക്കും. ട്രൈപോഡ് വെച്ച് പോയിട്ട് വന്നിട്ടൊക്കെ അത് പിന്നീട് മറ്റൊരവസരത്തിൽ ഈ ദേവസേചനം ഉള്ള സമയത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് വണ്ടി വലിച്ചിട്ട് എടുത്തുകൊണ്ട് പോവാം. ബാക്കപ്പ് ഇട്ടിട്ട് നമുക്ക് പുറകെ പോയി നോക്കാം എല്ലാം ഓക്കെ അല്ലേന്ന്. ഓക്കെ. ഈ ഒരു ലൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും ഈ നമ്മൾ ബാക്കപ്പ് ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ ഒരു സെറ്റപ്പ് ഉള്ളത് നമുക്ക് എപ്പോഴും ഗുണകരമാണ്.
നമ്മുടെ ടാൻഡം ഏറ്റവും പുറകെ വന്നതുണ്ടോ സേഫ്റ്റി റീസണിന് വേണ്ടിയിട്ട്. അകത്ത് അവർ ഡോക്ക് തുറന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എല്ലാം ഓക്കെ ആണോ എന്ന്. അവരിപ്പം ട്രെയിലർ ഇൻസ്പെക്ട് ചെയ്യും. കാരണം ക്ലീൻ ട്രെയിലർ വേണമെന്ന് പറഞ്ഞ് നമ്മളിന്നലെ ക്ലീൻ ചെയ്തില്ലായിരുന്നോ. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പച്ച ലൈറ്റ് മാറി റെഡ് ലൈറ്റ് ആവും. നമുക്ക് നോക്കാം. കണ്ടോ, പച്ച ലൈറ്റ് മാറി റെഡ് ലൈറ്റായി. അതോടൊപ്പം തന്നെ ബമ്പർ ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങളോട് നമ്മുടെ ബമ്പർ, ആ ബമ്പറിലേക്ക് ലോക്ക് ഇട്ടു. അപ്പം നമുക്ക് ഇവർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ പറ്റിയല്ല. സേഫ്റ്റിയുടെ ഭാഗമാണ് ഇത്. അതുപോലെ വേണ്ട ആ സാധനം പൊങ്ങിയിട്ടാണ് നമ്മുടെ ട്രെയിലറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഫോർക്ക് ലിഫ്റ്റ് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു എന്നാന്ന് പറയുന്നത് കറക്റ്റ് റാമ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ഗ്യാപ്പ് എല്ലാം ഉണ്ടായിട്ട് അവർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ലോഡ് ചെയ്യുമ്പോഴൊക്കെ അപകടങ്ങളൊന്നും സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്. അപ്പോൾ ഇനി നമുക്കൊന്നും നോക്കാനില്ല. സംഭവം എല്ലാം അവർ ട്രെയിലർ അക്സെപ്റ്റ് ചെയ്തു ലോഡ് ചെയ്യാൻ തുടങ്ങും. ഇത് ക്യൂബക്കിന് പോകുന്ന ലോഡാണ് കേട്ടോ. കഴിയുന്നോടം വരെ വെയിറ്റ് ചെയ്യാം. ഓ ഇപ്പോഴാണ് കേട്ടോ, ഇത് സ്വീഡിഷ് കമ്പനിയാന്ന് തോന്നേ. വേണ്ട, അമേരിക്കയുടെ സ്വീഡൻ്റെയും ഫ്ലാഗ് അവിടെ കളിക്കുന്നുണ്ട്. ഫുട്ബോൾ കാണുന്നതുകൊണ്ടൊന്നുമില്ലെങ്കിലും കൺട്രികളുടെ ഫ്ലാഗെല്ലാം അറിയാം കേട്ടോ. ക്യാമറ ഇരിക്കുന്ന വിൻഷീൽഡ് നല്ല ഡേർട്ടിയാ. എന്ത് ചെയ്യാനാ, ക്ലീൻ ചെയ്തത്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പച്ച ലൈറ്റ് തെളിഞ്ഞു. വേണ്ട, നമുക്ക് 1.5 മണിക്കൂർ എടുത്ത് നമുക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പേപ്പർ വർക്ക് നമുക്ക് ഇവിടെ കൊണ്ട് തരുമെന്നാണ് നമ്മുടെ വിശ്വാസം. നോക്കാം. കാരണം നമ്മൾ ഇന്റർകോമിൽ കൂടെയാണല്ലോ ചെക്ക് ഇൻ ചെയ്തത്. നമുക്ക് ഓഫീസിലൊന്നും പോയില്ല. നോക്കാം. ചുമ്മാ ഒന്ന് കറങ്ങി നടന്ന കേട്ടോ. അത് വന്നാൽ നന്നായി. നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും പേപ്പർ വർക്ക് അകത്ത് പോയി മേടിക്കണമായിരുന്നു. ഞാൻ ചുമ്മാ നടന്നപ്പോഴത്തേക്കും ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഷിപ്പിംഗ് ആൻഡ് റിസീവിങ്ങിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. എന്തായാലും പേപ്പർ കിട്ടി. ഇനി അവർ വന്ന് നമ്മളെ ലോഡ് സീൽ ചെയ്യും. അപ്പോൾ നമുക്ക് വണ്ടി വലിച്ചിടാം. അപ്പോൾ നമ്മൾ ലോഡും എടുത്തു, സീലും ചെയ്തു. ഇനി നമുക്ക് വേണ്ട ടാൻഡം സ്ലൈഡ് ചെയ്ത് പയ്യെ എടുത്തുകൊണ്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ ഷിപ്പർ നമുക്കിവിടെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന നിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പേപ്പർ വർക്കെല്ലാം അയച്ചു കൊടുത്തു കേട്ടോ. ഇനി അവിടെ കിട്ടിയോ എങ്ങനെയാണ് എന്നുള്ള കൺഫർമേഷൻ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ബോഗി സ്ലൈഡ് ചെയ്തിട്ട് വേണ്ട ഈ ഒരു സാധനം നീണ്ടിരിക്കുന്നുണ്ടോ, അത് ലോക്കായെന്ന് മേക്ക് ഷുവർ ചെയ്ത്. എല്ലാം വണ്ടിക്കകത്തുനിന്ന് തന്നെയല്ലേ കൺട്രോൾ ചെയ്ത്. അപ്പം നമുക്ക് ഒരു കട്ടിയുള്ള സീലും കൂടെ ഇട്ടേക്കാം, ഈ പ്ലാസ്റ്റിക് സീലല്ലാതെ. ബോർഡറിൽ സേഫ്റ്റി കൂടുതലുള്ള സാധനം വേണമെന്നല്ലേ. അപ്പോൾ അതിൻ്റെ കിടിലൻ 2 സീലൊക്കെ ഇട്ടു. എല്ലാം സെറ്റായി പോയേക്കാം. അടിപൊളി. ഗേറ്റ് പോകാൻ നേരത്ത് തുറക്കാനൊന്നും വേണ്ട, വണ്ടി അടുപ്പിച്ച് നിർത്തിയാൽ മതി കേട്ടോ. നേരെ അത് ഓട്ടോമാറ്റിക്കലി തുറന്നോളൂ. പിന്നെ നമുക്ക് തിരിച്ചുള്ള യാത്ര തുടങ്ങിയാലോ. ഓ, ഈ ഒരു കോലി ഇവിടെ വെച്ചേക്കുന്ന പെഡസ്ട്രിയൻസിൻ്റെ സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുത്തോണ്ടാണ് കേട്ടോ. ആൾക്കാരങ്ങോട്ട് കണ്ടോ, അത് ഓട്ടോമാറ്റിക് ഗേറ്റാണ്. വണ്ടികൾ ക്രോസ് ചെയ്യുമ്പോൾ അവർക്ക് കിടക്കാനുള്ള സാധനം തുറക്കുകയല്ല, അത് പൊങ്ങിയിരിക്കുമ്പോൾ. ഇനിയിപ്പോൾ പെഡസ്ട്രിയനാണ് ആദ്യം വന്ന ആ ഡോറ് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോല് പൊങ്ങിയല്ല. ഞാൻ ആദ്യം ആലോചന ചെയ്തു എന്തിനാണ് അങ്ങനെ ഒരു കോല അവിടെ വെച്ചേക്കണേ എന്ന്. പിന്നെ വേറൊരു വിശേഷമുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള റൂട്ട് നമ്മൾ ഇത്രയും നേരം ഇങ്ങോട്ട് വന്ന 94 കൂടെ അല്ല, നമ്മൾ തിരിച്ചു പോകുന്നത് 90-ൽ കൂടെ ആയിരിക്കും. അപ്പം ബില്ലിങ്സിൽ നിന്ന് നമ്മൾ 2-3 വീഡിയോ മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് വാഷിങ്ടണ് വരാൻ വേണ്ടിയിട്ട് 2-3 റൂട്ടുണ്ട്. അപ്പം 90-യും 94-ഉം ഒക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്നത് 94-ൽ കൂടെയാണ്. വയോമിങ്ങിൻ്റെ ടോപ്പ്, മൊണ്ടാനയുടെ താഴെ നമ്മൾ പുതിയതായിട്ട് കയറുന്ന ഒരു സ്റ്റേറ്റ് സൗത്ത് ഡക്കോട്ടയാണ്. അതുകൂടാതെ വിസ്കോൺസിൻ്റെയൊക്കെ
മിനിസോട്ടയുടെ വേറൊരു ഏരിയ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അതെല്ലാം നമുക്ക് മുന്നോട്ട് കാണാം, പറയാം, അങ്ങനെ നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞങ്ങ് പോവാം. നമ്മുടെ സമയം 8:30 കേട്ടോ. നമ്മുടെ ദേവസ്യാച്ചൻ നല്ല ഉറക്കത്തിലാണ്. In 400 meters, turn right after the shell, then take the second left. കിഡിലും കുറേ വണ്ടികളൊക്കെയാണ് കറങ്ങുന്നത്. വേണ്ട, ഇത് വോൾവോയുടെ വണ്ടിയായി പോകണം കേട്ടോ. സെഡാൻ കിഡിലെന്നൊരു സാധനം, ഒരു കൂൾ മച്ചാനും, ഷർട്ടൊന്നും ഇടാണ്ട് ഫുള്ള് പൊളിയാ. ടീനേജറാന്ന് തോന്നുന്നു. പറഞ്ഞാൽ ഇവിടെ 16 വയസ്സിൽ ലൈസൻസ് എടുക്കാവേ. അടിപൊളി ഗ്രീൻ ആണല്ലോ, അപ്പോൾ ഒന്നും നോക്കാനില്ല, ആഞ്ഞു പിടിച്ചേക്കാം. Take the ramp on the right to I-5 South toward Portland. ഈ വഴികളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചു പോകാൻ നേരം, രാവിലെ വന്നിട്ട് കിട്ടാണ്ട് തിരിച്ചു പോകാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടത്തേക്ക്. ഒരു അടിപൊളി സൂപ്പർ ഒരു ടൗൺ അല്ലേ. നമുക്ക് ആ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ആ മരങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തഴച്ചു വളർന്ന് നിൽക്കുന്നതുകൊണ്ടേ എന്ത് രസമാണ്, ഭയങ്കര ആംബിയൻസ്. അങ്ങനെ നമ്മൾ വേണ്ട അടുത്ത വളവിലൂടെ ഇൻഡർസ്റ്റേറ്റ് 5 എന്ന് പറയുന്ന ഹൈവേയിലേക്ക് കയറാൻ പോവാ. അങ്ങനെ ആ ഒരു 5ലേക്ക് കയറുന്നതോടുകൂടി ഹൈവേകളുടെ മായാലോകത്തേക്കാണ് നമ്മൾ കയറുന്നത്. പിന്നെ നമുക്കതിൽ നിന്ന് ഇറങ്ങേണ്ട വരുന്നില്ല. ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേണ്ട നല്ല ബ്രൈറ്റ് സണ്ണുള്ള ഒരു, മിക്കപ്പോഴും സണ്ണ് കാണും. ഇനിയിപ്പോൾ മഴയാണെങ്കിൽ തന്നെ ആ മഴയ്ക്കും ഒരു പ്രത്യേക രസം ഉണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾ നോക്കിക്കേ, എന്ത് കിടില ഫ്രെയിമാണെന്ന് നോക്കിക്കേ. ആകാശത്തിൻ്റെ ആ മേഘങ്ങളൊക്കെ നിൽക്കുന്ന സെറ്റപ്പും എല്ലാം കൂടെ ഒരു കളർഫുൾ സെറ്റപ്പ് അല്ലേ. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം മൊണ്ടാനയിലെ മിസൂള കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഈ റൂട്ടിൽ വരാൻ നേരത്ത് ഫ്യൂവൽ അടിക്കുന്ന ലൊക്കേഷൻ ഓർമ്മയില്ലേ, മിസൂള മൊണ്ടാന. അങ്ങോട്ട് നമുക്ക് 873 കിലോമീറ്റർ ഉണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും വാഷിങ്ടണിൽ കയറാൻ നേരത്തുള്ള ആ ഒരു പാലത്തിൻ്റെയും പുഴയുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ച് തേണ്ട ഇവിടുന്ന് ഒറിഗണിലേക്ക് കയറി. ഇതായിരുന്നു സ്റ്റേറ്റ് ലൈൻ. അപ്പോൾ ആ പാലത്തെ വീണ്ടും കയറിയേക്കുക. ശരിക്കും ഈ വാഷിങ്ടണും ഒറിഗണും ഒക്കെ മാറി മാറി കയറും ഒരു കുറച്ച് നേരത്തേക്ക് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇൻഡർസ്റ്റേറ്റ് 84 എന്ന് പറയുന്ന ഒരു ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അതിൻ്റെ വേറെ ഒരു വിഷ്വൽ ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആ 84ലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ വരെ ഇങ്ങനെ നമ്മൾ ഒറിഗണിൻ്റെയും വാഷിങ്ടണിൻ്റെയും ബോർഡർ ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടതുവശത്തെ കൂടെ ഒരു അടിപൊളി വെസ്റ്റേൺ സ്റ്റാർ വരുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും സ്പോട്ട് ചെയ്യാറുള്ള കെൻവർത്തും പീറ്റർബിൽറ്റും ഒക്കെ അല്ലേ. ഈ വെസ്റ്റേൺ സ്റ്റാറിൻ്റെ പുറകിൽ അവർ പുള്ളി എക്സോസ്റ്റ് വെച്ചേക്കുന്നത് നല്ല കിടിലനായിട്ടുണ്ട്. വേണ്ട കേട്ടോ, കൊള്ളാം. നമ്മളിപ്പോൾ പോർട്ട്ലാൻഡിലാണ് ഉള്ളത് കേട്ടോ. പോർട്ട്ലാൻഡിൽ നിന്നാണ് നമ്മൾ ഈ ഇൻഡർസ്റ്റേറ്റ് 84ലേക്കുള്ള എക്സിറ്റ് ഇപ്പോൾ എടുത്തത് ഈ തുരങ്കത്തിലേക്ക് കയറാൻ പോകുന്നത്. നേരെ 84ൽ കൂടെ 274 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അങ്ങനെ 274 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ നമുക്ക് മറ്റൊരു ഡീവിയേഷൻ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻഡർസ്റ്റേറ്റ് 84 ഉണ്ടല്ലോ, നമ്മൾ പോർട്ട്ലാൻഡിൽ നിന്ന് ഒറിഗണിലെ പോർട്ട്ലാൻഡിൽ നിന്ന് നമ്മളിപ്പം മിസൂള ലക്ഷ്യമാക്കിയാണല്ലോ പോകുന്നത്. കിഡില റൂട്ടാട്ടോ, കിഡില റൂട്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു വലിയ മലയും ക്ലിഫും ചില പാറക്കെട്ടുകളുടെ ഫോർമേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഒരു സൈഡിൽ. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കിടിലം തടാകവും. കുറേ നേരമായി നമ്മുടെ ഈ ഗോവയ്ക്കൊക്കെ പോകുന്ന റൂട്ടിൽ നമ്മുടെ ഒരു സൈഡിൽ കടലുണ്ടാവില്ലേ, വേണ്ട ഇതുപോലെ തെളിഞ്ഞും ഒളിഞ്ഞും ആ ഒരു വലിയ ലേക്കോ അതോ എന്തോ ഒരു സെറ്റപ്പ്, ലേക്കാണോ വലിയ റിവറാണോ എന്ന് എനിക്കറിയത്തില്ല, അത് നോക്കണം. പക്ഷെ ആ ഒരു സെറ്റപ്പ് ഇപ്പം അതിൻ്റെ ഇടയിലൊക്കെ ചില സ്ഥലങ്ങളിൽ നിർത്തി ഫോട്ടോ എടുക്കാനും വ്യൂ കാണാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ട്രക്ക് അലൗഡ് അല്ല കേട്ടോ.
അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. എല്ലായിടത്തും കാറുകാർക്ക് മാത്രമേ ഉള്ളൂ. ട്രക്കുകാർ പാവം എന്ത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അവരുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ചില ട്രക്കുകൾക്ക് നിർത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ നമുക്കൊന്ന് നിർത്തി അങ്ങനെ ഫുഡും കഴിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് പറപ്പിച്ച് കുറച്ച് വിഷ്വൽസിൻ്റെ കിടിലും കാഴ്ചകളും എടുക്കായിരുന്നു. ഇത്രയും നല്ല കാഴ്ച നമ്മൾ കടന്നു പോയിട്ട് നമുക്കന്ന് നോക്കിയെടുക്കാതെ എങ്ങനെയാണ് പോകണം, ഇനി എന്നാ ഇതുവഴിയൊക്കെ വന്നേന്നുള്ളത് തമ്പരാനറിയാം. നമ്മുടെ സ്ഥിരം കാലിഫോർണിയയിൽ നിന്നൊന്ന് മാറി പുതിയ റൂട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ആശ്വാസം നമുക്കും ആശ്വാസം. അല്ലെങ്കിൽ പിന്നെ ആൾക്കാരുടെ തെറിവിളിയാണ് കമൻറ്റ് സെക്ഷനിൽ, കാലിഫോർണിയ ഒന്ന് മാറ്റി പിടിക്കടയെന്നും പറഞ്ഞു. നമ്മളിപ്പോൾ തന്നെ ഒറിഗണിലെ ബോൺവിൽ ഡാം ആൻഡ് ഹാച്ചറി എന്ന് പറയുന്ന ഒരു ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണെന്നാണ് ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ ക്യാമറ ഓൺ ചെയ്തതാണ്. നമുക്ക് നോക്കാം, നിങ്ങൾ നോക്കിക്കോണേ ഗൂഗിളിൽ ബോൺവിൽ ഡാം ആൻഡ് ഹാച്ചറി എന്നാണ് ഇൻഡിക്കേഷൻ കാണിച്ചത്. ഓ സോറി, നമ്മൾ ഡാമിൻ്റെ മുകളിൽ കൂടെ പോകുന്നില്ല കേട്ടോ, അത് നമ്മുടെ സൈഡിലുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ എൻ്റെ ഇടത് സൈഡിൽ എനിക്ക് കാണാം, പക്ഷേ നമുക്കിവിടെ ഒന്നും ട്രക്ക് ഒതുക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വിഷ്വൽസ് കൊണ്ടുവരാൻ പറ്റാത്തതിൽ ഞാൻ മനസ്സിൽ നിന്നും ഖേദിക്കുന്നു. കാരണം ആ ഹാച്ചറിയൊക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അതൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് നല്ല സങ്കടമുണ്ട്. കാറോ ബൈക്കോ ആയിരുന്നു നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടെടുക്കായിരുന്നു. എന്ത് രസമാണ് ഈ റൂട്ടല്ലേ, നിങ്ങൾ നോക്കിക്കേ. നമ്മുടെ കൊങ്കൺ പാത ഒക്കെ എത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മുടെ ഒരു ടൂറിസത്തിൻ്റെ കാര്യത്തിൽ പറയപ്പെടുന്നത് എന്നതിന് അല്ല അതിനേക്കാളും ഒക്കെ കുറേ കൂടെ അടിപൊളിയൊരു സെറ്റപ്പ് നമുക്ക് പറയാം ഇവിടെ കേട്ടോ. ഇപ്പോൾ റോഡ് ട്രിപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർസ്റ്റേറ്റ് 84 കൂടെ ഉള്ള ഒരു യാത്ര നയന മനോഹരമാണ്, ബ്യൂട്ടിഫുൾ. സാധാരണ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഇത്രയും വാചാലനാവുന്നത് തന്നെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എന്തോ എക്സൈറ്റഡ് ആണെന്നുള്ളത്. ഈ കാഴ്ചകളൊക്കെ എന്ത് രസമാണെന്നുള്ളത്. ഇതെല്ലാം നമുക്ക് വീഡിയോ കൊണ്ടുവരാൻ ഇഷ്ടംപോലെ പോലീസുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാരണം എന്നാന്ന് വെച്ചാൽ കാഴ്ചയൊക്കെ കണ്ട ആൾക്കാർ വറക്കുമല്ലേ. തെളിഞ്ഞു വെക്കുന്ന ലൈറ്റ് കണ്ടോ. ഇതൊരു വേ സ്റ്റേഷനാണ് സ്കെയിൽ. എല്ലാ ട്രക്കുകളും ഇവിടെ കയറണം. നമുക്കിവിടെ ബൈപ്പാസൊന്നുമില്ല, കിട്ടിയുമില്ല. നമുക്കൊന്ന് കയറി ഇറങ്ങി അങ്ങ് പോവാം. എന്താണ് ഇവിടുത്തെ ചേട്ടന്മാർക്ക് നമ്മളോട് പറയാനുള്ളത് എന്നൊന്ന് നോക്കിയേക്കാം. ആർക്കും ബൈപ്പാസ് കൊടുക്കണില്ല കേട്ടോ, ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ആവശ്യത്തിന് സൗകര്യമൊക്കെ ഉള്ള സ്കെയിലാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഇവന്മാരുടെ ഓഫീസും ചെക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുമൊക്കെയാണ്, വണ്ടിയുടെ ടോട്ടൽ ഇൻസ്പെക്ഷന്. അതോടൊപ്പം തന്നെ ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് തൽക്കാലം ഇവർ ഇരുന്ന് നമ്മുടെ പേപ്പർ വർക്കും അല്ല നമ്മുടെ വെയിറ്റും ഒക്കെ നോക്കുന്ന സ്ഥലം. അതോടൊപ്പം നമ്മൾ ഈ ട്രക്ക് പയ്യെ പോകുന്നത് കണ്ടോ, അവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, അതാണ് സ്കെയിൽ. സ്കെയിലിൻ്റെ മുകളിൽ കൂടെ 3 മൈൽസ്/ഹവറിൽ നമ്മൾ പയ്യെ യാത്ര ചെയ്യണമെന്നാണ് ഇൻഡിക്കേഷൻ. നമ്മൾ ആ പ്ലേറ്റിൽ കൂടെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും വേണ്ട നോക്കിക്കേ, ഇടതുവശത്തെ ആ ഒരു ബോർഡ് കണ്ടോ, അതിൻ്റെ അകത്ത് ഡിജിറ്റലി നമ്മുടെ ഓരോ ആക്സിലിൻ്റെ വെയിറ്റും അതിൻ്റെ അകത്ത് നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ള ഇൻഡിക്കേഷനും എല്ലാം തെളിഞ്ഞു വരും. ദേ നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ആ പ്ലേറ്റിൽ. അപ്പം നമ്മളോട് ഹൈവേയിലേക്ക് കയറിക്കോ എന്നാണ് ഇൻഡിക്കേഷൻ. കയറി വെയിൻ മോഷൻ എന്നാണ് ഇത് പറയുന്നത്. നമ്മൾ മൂവ്മെൻറ്റിൽ തന്നെ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്ത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മുമ്പിലൊരു ചെറിയ പെട്ടിയുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ, പ്രീ പാസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി ഇവർക്ക് ഡിജിറ്റലി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മളെ കയറി അറിയാം, ആ റോട്ടിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ഇന്നതാണ് ട്രക്ക്, അവരുടെ DOT നമ്പർ ഇതാണ്, മറ്റ് എല്ലാവിധ ഡീറ്റെയിൽസും അവർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള പേപ്പർ വർക്കെല്ലാം പെട്ടെന്ന് അവർ ക്വിക്കായിട്ട് വെരിഫിക്കേഷൻ ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അകത്ത് അവർക്ക് എല്ലാം ഓക്കെ ആണെന്നുള്ളത് കിട്ടും. പിന്നെ ആ കൂടി അവർ ചെക്ക് ചെയ്യേണ്ടത് വെയിറ്റ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അവർ സൈഡിലേക്ക് വിളിക്കുകയുള്ളൂ. എന്തായാലും കൂടുതൽ കഥ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് തിരിച്ച് റോട്ടിൽ കയറി നമ്മുടെ കാഴ്ചകളിലേക്ക് മടങ്ങാം.
എന്തായാലും നമ്മുടെ കാരണവന്മാരെ പറഞ്ഞേക്കണ പോലെ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് റോഡ് സൈഡിൽ നിർത്താൻ വേണ്ടിയിട്ട് വേണ്ട ഒരു സ്ഥലം കിട്ടി. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒന്നും നോക്കില്ല, ചാടിക്കയറി അവിടെ നിർത്തി നമ്മൾ ഡ്രോൺ എടുത്ത് കറക്കി. എങ്ങനെയുണ്ട് വിഷ്വൽസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതാണ് നിങ്ങളെ കാണിച്ചു തരണം എന്ന് ഞാൻ ഇത്രയും നേരം ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ കണ്ണും കൊണ്ട് കാണുന്നുണ്ട്. ഒരേ സമയം വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് ക്യാമറ കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളെവിടെയെങ്കിലും പിടിപ്പിച്ച് വെച്ചിട്ടല്ലേ നമ്മളിതെല്ലാം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷ്വൽ അങ്ങ് നമ്മുടെ വ്ളോഗിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഇതായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ സന്തോഷമായി. ഇതാണ് റൂട്ട് കേട്ടോ, ഇൻഡർസ്റ്റേറ്റ് 84 പോർട്ട്ലാൻഡിൽ നിന്ന് മിസൂള മൊണ്ടാന. ഇത് രണ്ടും തമ്മിൽ ഏകദേശം 800 കിലോമീറ്റർ. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ആഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ വാട്ടർ ബോഡിയുടെ സൈഡിൽ കൂടെ പോകുന്ന ഏരിയ കാണാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെൻ്റേ കാർ എടുത്തിട്ടാണെങ്കിലും ഈ റൂട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കിടിലൻ. നമ്മൾ ചില ഹോളിവുഡ് സിനിമ കാണുന്ന പോലത്തെയൊക്കെ അല്ലെ സീനിക് റൂട്ട്, കിടിലൻ. അപ്പോൾ എന്തായാലും ഒരു ദിവസത്തേക്കുള്ള കണ്ടന്റ് ഇഷ്ടം പോലെ നമുക്ക് ഇന്നത്തേക്ക് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഫുഡും കഴിച്ച് ഇവിടുന്ന് വണ്ടി എടുത്ത് പോയേക്കാം. എന്തായാലും ഫുഡും കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുക്കുമ്പോഴത്തേക്കും സൺസെറ്റിനുള്ള സെറ്റപ്പ് നമ്മുടെ പ്രകൃതി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അതേണ്ട ആ ലൈറ്റിങ്ങിൽ വന്ന വ്യത്യാസം കണ്ടോ, എന്താ സെറ്റപ്പ് അല്ലേ. അപ്പം ഇന്നത്തെ സൺസെറ്റ് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടൻ വ്യൂവും റിവർ വ്യൂവും എല്ലാം കണ്ട് പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന ഈ ഒരു ഒറിഗോൺ യാത്രയിലൂടെ നമുക്കങ്ങ് തീർക്കാം. Hate it when my doubts and my fears swell up like the ocean. It feels like I could drown in